പെപ്പ് ഗാർഡിയോളയുടെ മാഞ്ചസ്റ്റർ സിറ്റി തിരിച്ചെത്തിയോ? കഴിഞ്ഞ വർഷം ഏറെക്കുറെ മത്സരങ്ങളൊക്കെ തോറ്റുങ്ങാണ്ട് അദ്ദേഹത്തിൻ്റെ ആ പരിശീലകൻ എന്നുള്ള പ്രതീതിയൊക്കെ അങ്ങനെ കുറഞ്ഞു വരികയായിരുന്നു. കാരണം നിരന്തരമായിട്ടുള്ള തോൽവികൾ, അവസാന 13 മത്സരങ്ങളിൽ വെറും 2 വിജയം മാത്രം, ബാക്കിയുള്ള 9 മത്സരങ്ങൾ തോറ്റ്, 2 മത്സരം സമനില, അങ്ങനെയൊക്കെ ആയിട്ട് ടീം താഴെ തട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഹാളണ്ടിനാണെങ്കിൽ ഫോമിലേക്ക് തിരിച്ചെത്താൻ കഴിയുന്നില്ല. ടീമിലെ മറ്റു താരങ്ങൾക്കൊന്നും അവരുടെ ക്വാളിറ്റി മത്സരത്തിലൊന്നും കാണിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു. മൊത്തത്തിലൊരു ഡൗൺ ആയി കിടക്കുന്നു മാഞ്ചസ്റ്റർ സിറ്റി. ഇപ്പോൾ ഇതാ ഇന്നലത്തെ വിജയത്തിന് ശേഷം പെപ്പ് ഗാർഡിയോള ടീമിൻ്റെ നിലവിലെ സാഹചര്യം, അവസ്ഥ പുറത്തുവിട്ടുകയാണ്. കൂടുതൽ ആഹ്ലാദിക്കാനായിട്ടില്ല. സിറ്റി ഇപ്പോഴും ആ പഴയ ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞത്. കഴിഞ്ഞ 8 വർഷത്തെ അല്ലെങ്കിൽ മുൻ വർഷത്തെയൊക്കെ പെർഫോമൻസ് സിറ്റിയുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ അന്നത്തേക്ക് ഓപ്പോസിറ്റിനെ ഒക്കെ തോൽപ്പിച്ച, അല്ലെങ്കിൽ ആ ഓപ്പോസിറ്റ് ടീമിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സിറ്റി ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചെത്തി എന്ന് പറയാറായിട്ടില്ല എന്നാണ് പെപ്പ് ഗാർഡിയോളയുടെ വാദം. ഇന്നലെ 4-1 ഒരു ഗംഭീര പ്രകടനമാണ് സിറ്റിയുടെ ഭാഗത്ത് നിന്ന് സാവിൻ പോലുള്ള താരങ്ങളിൽ നിന്നൊക്കെ ഉണ്ടായത്. അതുപോലെ ഡിബ്രൂയിനെ, ഫോർഡനെ പോലുള്ള താരങ്ങളൊക്കെ ഇന്നലെ മത്സരത്തിലുടനീളം മികച്ചു നിന്നു. 4-1 റിസൾട്ടാണ് ഇന്നലെ. 2025 അവരുടെ ആദ്യ മത്സരം നല്ല രീതിയിൽ തന്നെ അവസാനിച്ചു. അതുപോലെ ഇതിൻ്റെ മുന്നത്തെ മത്സരവും 2024 അവസാനത്തെ മത്സരം 2-0 വിജയം ജയിച്ച് അവർ തിരിച്ചുവരവ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഏതായാലും ഒന്നും പറയാറായിട്ടില്ല, തിരിച്ചെത്തിയെന്ന് പറയാറായിട്ടില്ല. മാഞ്ചസ്റ്റർ സിറ്റിയുടെ ആ ലെവലിലേക്ക് പോയും സിറ്റി എത്തിയിട്ടില്ല. എവർട്ടനെതിരെ ഒക്കെ ഞങ്ങൾ ഇതിലേറെ നല്ല പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചത്. പക്ഷേ എങ്കിലും വിജയിക്കാനായില്ല. ബെറ്ററായിട്ട് എവർട്ടനെതിരെ കളിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ഗെയിം വെച്ച് നോക്കുകയാണെങ്കിൽ അത്രക്ക് മികച്ച് നിന്നിട്ടില്ല ടീം എന്നൊക്കെയാണ് പെപ്പിൻ്റെ വാദം. ഏതായാലും തിരിച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് പെപ്പിൻ്റെ ടീം. പെപ്പ് നമുക്കറിയാലോ, ലോകത്തെ ഏറ്റവും മികച്ച പരിശീലകനിൽ ഒരു പരിശീലകനാണ് പെപ്പ്. അദ്ദേഹത്തിൻ്റെ ടീം ഇങ്ങനെ താന്നു പോകുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അസ്വസ്ഥതയാണ്. കാരണം ഒരു ക്വാളിറ്റിയുള്ള മാനേജറാണ് പെപ്പ്. പ്രീമിയർ ലീഗിലൊക്കെ അദ്ദേഹത്തിൻ്റെ ടീമിനെ അദ്ദേഹം ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുപോകുന്നത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി കുറേ മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞതാണ്, അദ്ദേഹത്തിലുള്ള പരിശീലകൻ്റെ ക്വാളിറ്റി. ഏതായാലും മാഞ്ചസ്റ്റർ സിറ്റി തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഹാളണ്ട് അദ്ദേഹത്തിൻ്റെ ഗോൾ വേട്ട തുടങ്ങിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ സലാഹ്ക്ക് ഇപ്പോൾ ഒരു പോസ്റ്റോ കണ്ടിട്ടുണ്ടായി. സലാഹിനോട് മുഹമ്മദ് സലാഹ്ക്ക് ഒരു മുന്നറിയിപ്പ്, ഹാളണ്ട് ഗോൾ മെഷീൻ ഓണായിട്ടുണ്ട്, മുഹമ്മദ് സലാഹ് നീ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഹാളണ്ട് ഗോളടി തുടങ്ങി എന്നുള്ളതിനൊക്കെയുള്ള ഒരു അസ്പദമായിട്ടുള്ള പോസ്റ്റ്. ഏതായാലും ഹാളണ്ട് ഗോളടി തുടങ്ങി. അതുപോലെ തന്നെ പെപ്പ് ഗാർഡിയോള അദ്ദേഹത്തിൻ്റെ ടീമിനെ വിജയവഴിയിലേക്ക് തിരിച്ച് കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഞാൻ പഴയ സിറ്റിയെ കാണാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് അല്ലേ?